മൃദുല, വെൽക്കം ബാക്ക് അഗൈൻ. താങ്ക് യു ചേച്ചി. അതെ, കൊറേ നാളായില്ലേ കണ്ടിട്ട്? അതെ അതെ അതെ, എനിക്ക് ഒത്തിരി വിശേഷമില്ല ഞങ്ങളോട് പറയാൻ. ഒരുപാട് വിശേഷങ്ങളുണ്ടല്ലോ. അതാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ വർത്താനം പറയുന്നുണ്ട്. പക്ഷെ സ്വരത്തിനൊന്നും ഒരു വ്യത്യാസമില്ല. സ്റ്റിൽ അതെ, ആ സോഫ്റ്റ് ഒരു എന്താ പറയാ, ഒരു ഏറ്റക്കുറച്ചിലും ഇല്ല. ടച്ച് വുഡ് ദേവി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഓണം അല്ലേ, ഓണവിശേഷങ്ങളൊക്കെ പറയൂ. നിങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറയൂ. കാര്യം ഞങ്ങൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലല്ലേ ഓണം ആഘോഷിക്കുക. അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ? എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞ അത്തപ്പൂവാണ്, മഹാബലിയുടെ വരവാണ്, ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും നമുക്ക് ഓരോ പ്രത്യേകത ഉണ്ടാവില്ലേ? ഓരോ നാട്ടിലും ഓരോ കൾച്ചറും അങ്ങനെ ഉണ്ടാവില്ലേ? ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ഏത് ആഘോഷങ്ങളാണെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ നിർബന്ധമാണ് അത് ആ ഒരു ആഘോഷിക്കണം. അത് അതിൻ്റെതായ രീതിയിൽ ഓണമാണെങ്കിൽ ഓണത്തിൻ്റെതായിട്ടുള്ള ചിട്ടയോടുകൂടെ ആഘോഷിക്കണം എന്ന് വളരെ നിർബന്ധമുള്ള ആൾക്കാരാണ്. അച്ഛന് ഭയങ്കര ഇതാണ് ഈ മാദേവരെ വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഓരോ മാദേവരെന്ന് പറയാം. നമ്മുടെ നാട്ടിലേക്ക് വടക്ക് ഭാഗത്തേക്ക് കുറച്ച് അങ്ങനെ വേറെ രീതിയിലാ പറയാ. എനിക്ക് തോന്നുന്നു തെക്ക് ഭാഗത്തും ഇതല്ലേ മാദേവരാണോ ദേവരാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അതിന് കൊളോക്കിയലായിട്ട് ഇങ്ങനെ പറഞ്ഞു മാറ്റങ്ങൾ വരുമല്ലോ. അപ്പൊ അച്ഛന് ഭയങ്കര ഈ കളം, തിരുവോണത്തിന് വലിയ കളം ഉണ്ടാവും. ഈ അരി മാവ് കൊണ്ട് ഉണ്ടാക്കിയ ഇതുണ്ടാവും. കളം കോലം വരച്ചിട്ട് പിന്നെ പൂക്കളം ഉണ്ടാവും. അപ്പൊ ഇതും ഭയങ്കര നിർബന്ധമാണ്, ഈ ചിട്ടയോട് കൂടിയുള്ള. പിന്നെ അതിന്റെ കൂടെ സദ്യ, എല്ലാ വട്ടങ്ങളും ഉള്ള സദ്യ. അമ്മ നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ പ്രത്യേകിച്ച് എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് മൃദുലയും ഒരു അമ്മയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ആയിരുന്നു, പക്ഷെ എന്നാൽ ഇപ്പൊ കുറച്ചുകൂടെ ഒരു സ്വരത്തിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല. അത് പോട്ടെ, മെച്ചൂർഡ് അമ്മയുടെ കൂടെ ഇപ്പോ മൃദുലയുടെ കുഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയല്ലോ. അമ്മ എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ പ്രായമായി. കഴിഞ്ഞ പ്രാവശ്യം പക്ഷെ കുഞ്ഞല്ലേ, ഒന്നും അറിയത്തില്ല. മെയ്ഡാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരിയാണ് നമ്മള് മെനു പറയും, അത് കുക്ക് ചെയ്യുന്ന. അപ്പൊ മോള് ഇതുപോലെ ചില കറി, ഞങ്ങള് വെജ് ആണല്ലോ, അപ്പം പനീർ ഭയങ്കര ഇഷ്ടമാവും. പനീർ എന്നും പനീറാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ ഞാനിങ്ങനെ പറയും, പനീർ മാത്രം കഴിച്ചാൽ മതിയോ? അപ്പൊ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണല്ലോ, വേറെ സാധനങ്ങളൊക്കെ കഴിക്കണല്ലോ. അങ്ങനെ പറയുമ്പോ ഓക്കെ ശരി, പക്ഷെ ഇഷ്ടമില്ലാതെയാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പിന്നെയും ചോദിക്കും പനീർ. ഒരു കാര്യം ചെയ്യുമ്പോളെ, ഈ വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, തനിയെ കൊടുത്താൽ വലിയ പ്രയാസമാണ് കഴിക്കാനായിട്ട്. അവർക്ക് സവാളയൊക്കെ കഴിക്കാന്ന്, സവാള ഇഷ്ടമില്ല, കാണുന്നതേ ബുദ്ധിമുട്ട്. പനീറിന്റെ കറി കഴിക്കില്ലേ നല്ലോണം, ഗ്രേവി നല്ലോണം കഴിക്കില്ല. പനീറല്ല, ഗ്രേവി. ആ ഗ്രേവിക്കകത്തോട്ട് നമ്മള് ഇപ്പം സവാള ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ഇതൊക്കെ ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിനെ മിക്സിയിൽ അരച്ചിട്ട് ഗ്രേവി പനീർ ഇട്ട് കൊടുത്താൽ അങ്ങനെയാണ് ഇപ്പൊ കൊടുക്കുന്നത്. വെരി ഗുഡ്. എല്ലാ അമ്മമാരും മക്കൾ കൂടിയാണ് തട്ടിപ്പ് കണ്ടുപിടിക്കുന്നത് അല്ലേ?